അത് അമ്മയുടെ വകയല്ലേ, സൂപ്പർ ആയിരിക്കും. ലിറ്റിൽ കണ്ണ, പായസത്തിന്റെ പണി കഴിഞ്ഞോ ലിറ്റിൽ കണ്ണ? എന്റെ ലിറ്റിൽ കണ്ണ കളിയാക്കരുത് കേട്ടോ. എന്നാ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. നോക്ക്. സൂപ്പർ ആയിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റ് അമ്മ ഇതിന്. അമ്മ എനിക്ക് നോക്കണം. നോക്ക്. മതി മതി, ടേസ്റ്റ് കുറച്ചെടുത്തോ. നന്നായിട്ടുണ്ട്. ഇതെവിടെ വെക്കട്ടെ? ഇങ്ങോട്ട് വെച്ചു. അയ്യോ, മോരെടുത്തില്ല. അതെവിടെയല്ല, അവിടെ. എനിക്കറിയാം എവിടെയാ വെക്കേണ്ടതെന്ന്. എന്നോടുള്ള വിരോധം ഇനിയും തീർന്നില്ലേ മായേ? പിന്നെ ഊണ് വിളമ്പേണ്ട ചുമതല നിങ്ങൾക്കാ, അറിയാലോ. ശിവ, അമ്മ എവിടെ? അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുക. എല്ലാരും വിളിക്കേ, ഊണ് കഴിക്കാം. ഞാൻ എന്റെ ഭർത്താവിനെ നോക്കിട്ട്. ഇവിടെ എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റായി. അതെ, വിളമ്പാനുള്ള ചുമതല നിങ്ങൾക്കും കൂടിയാ, അറിയാലോ. എല്ലാം റെഡി ആക്കിയല്ലോ. എല്ലാം ഒന്ന് ഓർഡർ ആക്കി വെക്കാം. ഇത് കണ്ടിട്ട് നോക്കാം. നീയില്ലാത്ത ഓരോ ഓണം കൂടി കടന്നു പോവുകയാണ്. ഒരു മാറ്റവും ഇതുവരെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ആ ബേക്കറിക്കാരെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായി. അവളെ ഒഴിവാക്കാൻ നീ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. എന്തൊരു ദുഷ്ടനയാള്. ഏത് നശിച്ച നിമിഷത്തിലാണോ എനിക്ക് അവളുടെ അനിയത്തിക്ക് ആ വാക്ക് കൊടുക്കാൻ തോന്നിയത്. ഹലോ ഹിറ്റ്ലറെ, ഞാൻ എല്ലാം കേട്ടുട്ടോ. എന്നെ ഒഴിവാക്കാനുള്ള പദ്ധതി ഇതുവരെ നിർത്താറായില്ലേ? ഇല്ല, നിന്നെ ഇവിടുന്ന് ഞാൻ പുറത്താക്കിയിരിക്കും. അതിനെ നിങ്ങളുടെ സുപ്രിയ ഒരിക്കലും സമ്മതിക്കില്ല. അതെ, എന്നെ ഇറക്കി വിടുന്നൊക്കെ ആലോചിക്കാൻ നമുക്ക് ഇനി ഒരുപാട് സമയമുണ്ട്. അവിടെ സദ്യ വിളമ്പി തീരാറായി. വേഗം വാ. ഞാൻ വന്നോളാം, നീ പോയിക്കോ. വേഗം വന്നേക്കണേ. അതെ, ഒരു കാര്യം പറയാൻ മറന്നേ. ഈ ഡ്രസ്സ് നിങ്ങക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്.
പ്രിയേ, നിന്നെ കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഊണ് വെച്ചിട്ടില്ല. വാ, എനിക്ക് വല്ല വിശക്കുന്നു. DK, പ്ലീസ്, ഓണത്തിന് ഭക്ഷണം ചോദിക്കുന്നവരെ നിഷേധിക്കരുന്നല്ലേ. നിനക്കെവിടെ എലിയിട്ട് സദ്യ തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വന്ന വഴിക്ക് തന്നെ തിരിച്ചുവിട്ടോ. നോ ശിവ, ഇവന് എലിയിട്ട് തന്നെ സദ്യ കൊടുക്കണം. എന്റെ മോനെ കൊല്ലാൻ കത്തിയുമായി ആളെ വിട്ടവനല്ലേ നീയ. ഇവന് വയറ് നിറച്ച് സദ്യ കൊടുത്തിട്ട് വിട്ടാ മതി. ദിസ് ഈസ് മൈ ഡിസിഷൻ. കേട്ടല്ലോ. വാ വാ. നീ ടെൻഷൻ അടിക്കാതെ, ഒന്നും സംഭവിക്കില്ല. അല്ല രാജീവേട്ട, അയാൾ എന്തോ കണക്ക് കൂട്ടിയിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പാ ഈ ആഘോഷം അയാൾ കൊളമാക്കും. അയാൾക്ക് സദ്യ വേണം പോലും. എന്താ പ്രിയമോളേത്? ഹായ്, നോക്കട്ടെ. ഇതൊന്ന് പിടിച്ചേ. ഒന്ന് പിടിച്ചേ. ഇനി ഞങ്ങളൊരു കാലക്കം ഫോട്ടോ എടുത്തേ. മോള് പേടിക്കണ്ട. ചെറ്റത്തനം കാണിക്കുന്നു. മാറി നിൽക്കടാ. പ്രിയ, പിന്നെ നീ കൊണ്ടുപോയിക്കോടാ. നീ കൊണ്ടുപോയ ഏതുവരെ കൊണ്ടുപോകും, അവസാനം എന്റെ കയ്യിൽ തന്നെ വരും. അവൻ തന്നെയാണ് പ്രശ്നം. അവൻ കാരണം കോടികളുടെ നഷ്ടമാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായില്ല. അവനെ കുറിച്ച് വീണ്ടും അറിഞ്ഞതിന് ശേഷമാണ് അവള് സിനിമ അഭിനയം നിർത്താൻ തീരുമാനിച്ചത്. ഇപ്പോ ഞാൻ ഭയന്നത് കഴിഞ്ഞ ദിവസം സംഭവിച്ചു. ശിവയും അമലയും തമ്മിൽ കണ്ടു. ഒരിക്കലും നടക്കരുതെന്ന് ഞാൻ കരുതിയ അവരുടെ കൂടിക്കാഴ്ച. അവൻ അവളോടും അവൾ തിരിച്ചവനോടും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നെനിക്കൊരു നിശ്ചയമില്ല. അതുകൊള്ളാം. വർഷങ്ങൾക്ക് ശേഷം പഴയ പ്രണയകഥയിലെ നായകനും നായികയും വീണ്ടും കണ്ടുമുട്ടുന്നു. അവർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും? ഒരുപക്ഷെ ചില രഹസ്യങ്ങൾ പോലും അവർ തമ്മിൽ കൈമാറിയിട്ടുണ്ടാവും. എന്ത് രഹസ്യം? അതെനിക്കറിയില്ല. പക്ഷേ അതിന്റെ ഒരു ടെൻഷനും വിപ്ലവവും ഒക്കെ ഈ മുഖത്തുണ്ട്. എന്താ, ശരിയല്ലേ? ഒന്ന് ഞെട്ടി. അപ്പൊ ആരോടും പറയാൻ പറ്റാത്ത രഹസ്യങ്ങളുണ്ട്. രഹസ്യങ്ങളില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ടോ അവിനാഷ്? എല്ലാവരും എപ്പോഴും സത്യങ്ങൾ പറയുന്നു എന്നത് തന്നെ ഒരു സങ്കല്പമല്ലേ? കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം കെട്ടി
അതിനുള്ളിൽ അവന്റേത് മാത്രമായ ഒരു കഥയുണ്ടാക്കി അതിൽ സ്വയം അഭിനയിച്ച് ജീവിതം ഹോമിക്കുന്നവരാണ് ഭൂരിപക്ഷം മനുഷ്യരും. ഇവളീ പറഞ്ഞതിനൊരു പരിഹാരമായിട്ടാ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞാലും അവൻ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു ബന്ധു ദുബായിലുണ്ട്. കുറച്ചു നാളത്തേക്ക് ഇവരെ നമുക്ക് അങ്ങോട്ടയക്കാം. അതൊരു നല്ല കാര്യോ. ഇതങ്ങനെ ഒരു പേടിച്ചോട്ടമായിട്ടൊന്നും കാണണ്ട. ഒരു ഹണിമൂൺ ട്രിപ്പായിട്ട് കണ്ടാ മതി. അത് നല്ല കാര്യമാ. എന്നാലും നമുക്ക് ഡി കെ ആയിട്ടൊന്ന് ആലോചിക്കണ്ടേ? ആലോചിക്കാനൊന്നുമില്ല. ഡി കെയോട് ഞാനിത് ഫോണിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അപ്പോഴത്തെ സാഹചര്യം പോലെ. ഇത് നീ പ്രിപ്പയർ ചെയ്താണോ? അത് സമയത്ത് അവര് തരാതെ വന്നപ്പോ ഞാൻ തന്നെ ചെയ്തതാ. എന്തേ, ശരിയായില്ലേ? ആ, കുഴപ്പമില്ല. തൽക്കാലം ഇത് മതി. അയ്യടാ, കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ റിപ്പോർട്ടായത്. അതൊന്ന് നന്നായി എന്നൊരു വാക്ക് പറഞ്ഞാ ചേട്ടന്റെ കൈ കിടക്കുന്ന വള ഊരി പോവോ? കുഴപ്പമില്ല പോലും. ദുഷ്ടൻ. ക്ഷമിക്കണം. എപ്പോഴും നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നതിന് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. പക്ഷേ വരേണ്ടി വന്നാ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ വലിയ അഭിമാനിയല്ലേ? കൊടുത്ത വാക്ക് തെറ്റിക്കാത്ത ആളല്ലേ? എന്നിട്ടും നിങ്ങൾ പറയുന്ന വരയിൽ കൂടി നടക്കുന്ന സ്വന്തം അനിയൻ എന്തേ നിങ്ങളുടെ വാക്ക് തെറ്റിച്ചു? ശിവ ഇനി എന്റെ മകളുടെ പിന്നാലെ വരില്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതെ, ആ വാക്ക് അവൻ തെറ്റിക്കില്ല, അതെനിക്ക് ഉറപ്പാ. എങ്കിൽ പിന്നെ ഇനി അവൻ നിങ്ങളുടെ അനിയനല്ലെന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. ഞങ്ങളെ മാത്രമല്ല, നിങ്ങളെയും അവൻ ചതിച്ചു. അനാവശ്യം പറയരുത്. ശിവ എന്ത് ചെയ്തെന്നാ നിങ്ങളീ പറയുന്നത്? അവൻ എന്റെ മോളെ കണ്ടു. നോ, നിങ്ങൾ കള്ളം പറയാണ്. എന്റെ അനിയൻ ആരെയും കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം അനിയനോട് തന്നെ ചോദിച്ചു നോക്ക്. ഞാനാണോ അവനാണോ കള്ളം പറയുന്നതെന്ന് അപ്പൊ തെളിയുമല്ലോ. എവിടെ വിളിക്ക്. എന്താ പതിവില്ലാതെ നിന്റെ മുഖത്തൊരു സന്തോഷം? പറ, അമ്മ എവിടെ അറിയട്ടെ. അമ്മയുടെ മോനും ഞാനും ചേർന്ന് ഒരുമിച്ചായി ഇന്ന് ഓഫീസിൽ പോകുന്നു. അതെ, ട്രൂത്ത് തന്നെയാ. എന്നോട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുവോ. അല്ല, ഇന്നെന്താ പ്രത്യേകിച്ച്? അല്ല, ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒന്നും സംഭവിച്ചു കാണില്ല. ഡി കെക്ക് ഓഫീസില് ഒരു പിയൂണിന്റെ ആവശ്യം ഉണ്ടാവും. അതിനായിരിക്കും ഇവിടെ കൊണ്ടുപോകുന്നത്. പിയൂനാണോ തൂണാണെന്നൊക്കെ ഇവിടെ ഭർത്താവ് തീരുമാനിച്ചോളൂ. നിന്റെ അധിക പ്രസംഗം വേണ്ട, മനസ്സിലായോ? അമ്മ എന്തിനാ താരോട് ഇങ്ങനെ വഴക്കിടുന്നേ? എന്റെ ഭർത്താവിന്റെ കൂടെ പ്യൂണിന്റെ ജോലി ചെയ്താലും തൂപ്പുകാരിയുടെ ജോലി ചെയ്താലും അതിലെനിക്ക് അഭിമാനമുള്ളൂ. താര, ഒരു ഭാര്യ എന്ന് പറഞ്ഞു ഭർത്താവിന്റെ ജീവിതത്തിലെ എല്ലാമാണ്. ഭർത്താവ് ചിലപ്പോ നമ്മളോട് വഴക്കിടും, നമ്മൾ ഇഷ്ടമല്ലെന്നൊക്കെ പറയും, ഇഷ്ടമല്ലാതെ പെരുമാറും. എന്നാലും കഴുത്തിലെ താലി കെട്ടിയ ഭർത്താവിനോടുള്ള ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ ഒരു ഭാര്യയ്ക്ക് സ്വന്തം പ്രാണനേക്കാളും വലുതാണ്. അതിന്റെയൊക്കെ മഹത്വവും വിലയും നിനക്കറിയാത്തതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ഭർത്താവ് കെട്ടിയ താലി കഴുത്തി കിടക്കുവാണെന്ന് കരുതി ഭാര്യ ആവണമെന്നില്ല. അതിന് ഭർത്താവ് കൂടി അംഗീകരിക്കണം. ഇനിയൊരു വാക്കത്തി മിണ്ടിയാൽ അടിച്ചതിന്റെ കർണക്കുട്ടിനെ നെറ്റുപോട്ട് വിളക്കും ഞാൻ. മനസ്സിലായോടി? എന്റെ വരുമാനം നീ കളിയാക്കുന്നു. ഇപ്പോൾ ആരാണ് നിന്റെ വിചാരം?
അമ്മ ഞാൻ മിണ്ടരുത് നീ. ഗെറ്റ് ഔട്ട്. പോടി. അല്ല പിന്നെ ഈ അമ്മയുടെ ഒരു കാര്യം, അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് അമ്മ എന്തിനാ അതിന്റെ പേരിൽ ഇങ്ങനെ വഴക്കിടാൻ നടക്കുന്നത്? അങ്ങനെ എന്റെ മരുമകളെ ആരും കുറ്റം പറയണ്ട. പറഞ്ഞാലേ ഈ പത്മാവതമ്മയുടെ തനി സ്വരൂപേ അവര് കാണും. ആ അപ്പൊ അംബിക ചിട്ടി ഇനിയും വരുമോ? വേണ്ടി വന്നാൽ ഇനിയും വരും. ആ. എന്റെ മോളെ. അയ്യോ. മായച്ചി, മായച്ചി എന്താടി? അറിഞ്ഞോ ഡിക്കും ജ്യോതിയും കൂടെ ഒരുമിച്ച് റെസ്റ്റോറന്റിൽ പോകുന്നെന്ന്? ഒറ്റാല് കിടന്നതും കിഴക്കുന്നു വന്നതും ഒക്കെ പോയല്ലോ മായച്ചി. നിന്നോട് ആര് പറഞ്ഞു ഇക്കാര്യം? ജ്യോതി അമ്മയോട് പറയുന്ന ഞാൻ കേട്ടതാ. രണ്ടാളും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് തന്നെ പണിയൊന്നല്ലോ മായച്ചി. അവരൊരുമിച്ച് എവിടെയെല്ലാം പോകുന്നു. ഇതിപ്പോ ഓഫീസിൽ പോകുന്നതിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? വീട്ടിൽ ഒരുമിച്ച്, ബാക്കി സമയം ഓഫീസിലും. എന്നുവെച്ചാ ഒരു ദിവസത്തിൽ 24 മണിക്കൂറും ഒരുമിച്ചുണ്ടാവുന്നു. അതിന് അവര് തമ്മിലുള്ള എലിയും പൂച്ചയും കളി ഇപ്പൊ തന്നെ കുറച്ച് കൂടുതലാ. ഇനി ഇതും കൂടി ആവുമ്പോ ഒരു കുഞ്ഞിക്കാൽ എപ്പോ കണ്ടോന്ന് ചോദിച്ചാ മതി. വൃത്തിയോട് പറയാതിരിക്കും. താരേച്ചി പറഞ്ഞത് സത്യം. അവർക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മയാ. നടക്കാത്ത കാര്യം പറയാനാണോ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇത് നടക്കാത്ത കാര്യമാണെന്ന് ആര് പറഞ്ഞു? ഇതെന്തായാലും നടക്കും. എന്നും വഴക്ക് കൂടിയിരുന്ന അവര് തമ്മില് ഇപ്പൊ എത്ര സന്തോഷത്തിലാ. പഴയതുപോലെ വഴക്കുണ്ടോ? ഡികെയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്കുന്നത് ജ്യോതിയല്ലേ? എന്തിന്? ഡികെയുടെ ജീവന്റെ ജീവനായ റെസ്റ്റോറന്റ് പോലും ജ്യോതി ഏൽപ്പിച്ചില്ലേ? ഇപ്പൊ ദേ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഓഫീസിലേക്കും പോയി തുടങ്ങി. മയച്ചി, ഈ കുശുമ്പ ഗുന്നായ്മയൊക്കെ മാറ്റി വെച്ചിട്ടേ ആ കാഴ്ച കാണാൻ വരുന്നുണ്ടെങ്കിൽ വാ. പിന്നെ വേറെ പണിയില്ല, നീ അങ്ങ് പോയാ മതി. ഞാൻ എന്തായാലും പോവും. എന്തായാലും എനിക്ക് ആ കാഴ്ച എന്ന് കാണണം. വാ മായച്ചി, ഇത് സത്യമാണോ നമുക്ക് നേരിട്ട് അറിയാലോ. പിന്നെ നടക്ക് നടക്ക് പോ. ഈ അമ്മായിയമ്മയും മരുമകനും അങ്ങ് വീട്ടില്. This is our office. Understand? ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. എന്തേ, എനിക്ക് അതിനുള്ള അധികാരമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാനേ ഒരുപാട് സമയം ചെലവാക്കിയിട്ടാ ഈ ഫയൽ റെഡിയാക്കിയത്. ഇനി ഇത് അഴിച്ചു പണിയുക എന്നുള്ളത് ഇരട്ടി ജോലി തന്നെയാണ്. ആ ജോലി ചെയ്യണം ഗോകുൽ. ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്തില്ലെങ്കിലേ ഇതുപോലെ അഴിച്ചു ചെയ്യേണ്ടി വരും. അത് ഗോകുലിന്റെ കഴിവുകേടാ. എനിക്കിനി ഈ ഫയലൊന്നും അഴിച്ചു പണിയാൻ പറ്റില്ല. വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഒരു അഡീഷണൽ നോട്ട് കൂടെ വെച്ച് ഡികെയുടെ മുന്നിൽ എത്തിക്കാം. പറ്റില്ല. അരമണിക്കൂർ സമയം ഞാൻ ഗൂഗിളിന് തരാം. അതിനകം ഇത് മാറ്റി പ്രിപ്പയർ ചെയ്തിട്ട് എന്റെ മുന്നിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ ഗോകുൽ ഈ ഓഫീസിൽ ഉണ്ടായിരിക്കില്ല. ഭീഷണിയാണോ? എനിക്ക് നിങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ടും ഡികെ അറിയുന്നുണ്ട്. വേണ്ട നടപടി ഡികെ തന്നെ എടുത്തോളൂ. ചെല അരമണിക്കൂർ. അതിനു മുമ്പ് ഈ ഫയൽ ഇവിടെ എത്തിയിരിക്കണം.
ഗോകുൽ ദാ പോകുന്ന വഴിക്ക് ഈ ഫയൽ ഒന്ന് കോൺഫറൻസ് ഹാളിൽ കൊടുത്തേക്ക്. ഇത് അർജുനെ കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ? അർജുന് വേറെ ജോലിയുണ്ട്. ഗൂഗിളിന് കൊടുത്താൽ എന്താ കുഴപ്പം? കൊണ്ടുപോണം. അല്ല, ഇനി ഇതിന് മടിയുണ്ടെങ്കിൽ ഞാൻ DK വിളിച്ച് പറയാം. മടിയന്മാരെ രണ്ടും പണിയെടുക്കാതെ എങ്ങനെ ഉഴപ്പി നടക്കാന്ന ആലോചന. ശരിയാക്കി എടുക്കാൻ. ഇത് തമാശയൊന്നും അല്ലല്ലോ അല്ലേ? ശരി, എന്താ ഇതിന്റെ ഉദ്ദേശം? അവരെ ഭയപ്പെടുത്താനാണോ? ഏയ്, ഞാൻ എന്തിനാ അവരെ ഭയപ്പെടുത്തണം? ഞാൻ എന്റെ കല്യാണക്കുറി അടിച്ചു, വിളിക്കേണ്ടവരൊക്കെ കല്യാണം വിളിച്ചു. ഇതെന്റെ സ്വയംവരവ്. രാജാക്കന്മാരുടെ കാലത്തും സ്വയംവരം തന്നെയായിരുന്നു പതിവ്. പക്ഷേ വരൻ ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രാജകുമാരി ആയിരിക്കുമെന്ന് മാത്രം. വഴുതി വഴുതി കയ്യിൽ നിന്ന് നമ്മളെ പറ്റിച്ചു പോകുന്നൊരു വരാൽ ഒരിക്കലും പിടി തന്നിട്ടില്ല. എന്റെ കയ്യിൽ അവൾ ഒതുങ്ങുമെന്ന് കരുതിയൊരു നിമിഷം എന്റെ പഴയ ഭാര്യ സൂര്യ ഒരാവശ്യമില്ലാതെ അവിടേക്ക് വന്നത് നശിപ്പിച്ചു. ഈ കല്യാണം തകർക്കാനും അവള് വരുമോ? എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടാണെങ്കിൽ സൂര്യ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവുകയേയില്ല. അവള് തിരിച്ചു വരും. അതെപ്പോഴായിരിക്കുമെന്ന് നമുക്കറിയില്ലെന്നേ ഉള്ളൂ. നോ, അത് പറ്റില്ല. ഇനി അവളോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അവിനാശ്, പെണ്ണൊരു കാര്യം തീരുമാനിച്ചാൽ എന്ത് റിസ്ക് എടുത്തും അവൾ അത് നേടിയിരിക്കും. ഇവിടെ ആ സ്നേഹ കൂടുതൽ തന്നെയാ. അതുകൊണ്ട് അവിനാശ് എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. അയ്യോ എന്റെ ഈശ്വര, ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നെങ്കിൽ നാളെ നേരിൽ കാണേണ്ടി വന്ന എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഇത്രയ്ക്ക് പരിഹസിക്കരുത്. ഈ മാര്യേജ് നടക്കരുതെന്ന നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ? ഇത്രയ്ക്ക് കൾച്ചറില്ലാതെ സംസാരിക്കരുത് മായേ. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആ കല്യാണം നടക്കണമെന്ന് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. ഒന്നുമില്ലെങ്കിലും DK നേരിട്ട് നടത്തുന്ന വിവാഹമല്ലേ, അതിന് ഒരു കുറവും വരാൻ പാടില്ല. എന്ന് കരുതി അവിനാശിന്റെ ഭീഷണി അങ്ങനെ അങ്ങ് തള്ളിക്കളയാനും പറ്റില്ല. അങ്ങനെ നോക്കുമ്പോ അവിടെ എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ അതിന്റെ നാണക്കേട് ആർക്കാ? DKക്കാ. DK തോൽപ്പിച്ചോന്നാവില്ലേ നാട്ടുകാര് പറയുന്നത്? നോ, ദാറ്റ് നോട്ട് ഹാപ്പൻ. ഈ മാര്യേജ് തീരുമാനിച്ചതേ എന്റെ സണ്ണാണ്. അതിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. മാര്യേജ് ഹാപ്പൻ റൈറ്റ് ടൈം. യു കം, ഐ സീ. കാണാം കറക്റ്റ് സമയത്ത് കല്യാണം നടക്കുമോ ഇല്ലയോന്ന്. അവിനാശ്, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്.
നിന്നെ എന്ത് ചെയ്യാൻ? നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഉപദ്രവിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ ഒന്ന് ശാന്തമായിട്ട് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. എന്റെ അടുത്തേക്ക് വരരുത് പ്ലീസ്. അവിനാശ്, എനിക്ക് നിങ്ങളെ പേടിയാ. പേടിയാന്നോ? എന്നെ? എന്തിനാ നീ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് സ്നേഹം കൊണ്ടാ. സ്നേഹത്തോടെ നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. കാര്യങ്ങൾ തുറന്നു സംസാരിച്ച് കഴിയുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും. നീ എല്ലാം സമ്മതിക്കും. വേണ്ട, എനിക്ക് നിങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കണ്ട. എന്നെ ഒന്ന് വിട് പ്ലീസ്. എനിക്ക് വീട്ടിൽ പോണം. കൂൾ, വിടാം. ഞാൻ തന്നെ കൊണ്ടുവിടാം. നീ എന്തിനാ വിഷമിക്കുന്നത്? പക്ഷേ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. കൂൾ കൂൾ കൂൾ. നിന്നെ ഉപദ്രവിക്കാനാണെങ്കിൽ ഇവിടം വരെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നു. അതിന് വേറെ എന്തെല്ലാം വഴികളുണ്ട്. എനിക്ക് നിന്നോട് സ്നേഹമാണ് പ്രിയ. പ്രിയ, എനിക്ക് നീയില്ലാതെ പറ്റില്ല. ഇത് എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നീ എന്താ എന്നെ മനസ്സിലായി? സത്യമാണല്ലോ അല്ലേ? അതെ. പ്രിയ എനിക്ക് വിശ്വാസമാണ്. എന്നോട് കള്ളം പറയില്ല. എനിക്കറിയാം നിനക്കെന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. എന്നാ ഞാൻ പോയിക്കോട്ടെ അവിനാശ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം. ഇപ്പോ എനിക്ക് തന്നെ ഈ വാക്ക് മാറാൻ ഇടവന്ന ഞാൻ എന്തൊക്കെയാ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതറിയാലോ. എന്നാ പിന്നെ ധൈര്യമായിട്ട് പറ്റോ. നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല. എന്റെ ഒരു കണ്ണ് നിന്റെ പിന്നിൽ തന്നെ ഉണ്ടാവും. പൊയ്ക്കോ. നോനോ, വേണ്ട. തൽക്കാലം എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. ആ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് വെച്ചാൽ മതി. എന്തെങ്കിലും ഒരു മൂവ് നടത്തണമെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് മതി. എപ്പോ? ഏത് ഡയറക്ഷനിലേക്ക്? ഓക്കെ ശരി, എന്നാ ഞാൻ വിളിക്കാം. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവിനാശിന്റെയും പ്രിയയുടെയും ഫോൺ ഓൺ ആയിട്ടുണ്ട്. ആ ഫോൺ രണ്ടും ഇപ്പോ മൂവിങ്ങില്ല. ഏതാണ്ട് ഇങ്ങോട്ടുള്ള ഡയറക്ഷനിലാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ എന്റെ കുഞ്ഞിനെ വല്ലതും ചെയ്യൂ. അങ്ങ് ഇങ്ങനെ വിഷമിക്കല്ലേ. അവക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ഇവിടെ ഒന്ന് വിളിക്കട്ടെ. വീട്ടിലില്ല ഞാൻ നിന്നെ. പിടിച്ചെടുക്കാൻ അറിയാൻ പാടില്ലണ്ടല്ല. പക്ഷേ അവള് തനിയെ എൻ്റെ അടുത്തേക്ക് വരണം. ആ സ്നേഹം എനിക്ക് ഭ്രാന്താ. DK എന്നല്ല,
ആര് വിചാരിച്ചാലും ആ സ്നേഹം ഞാൻ നേടിയെടുത്തിരിക്കും. നീ എങ്ങനെയാടി രക്ഷപ്പെട്ട്? അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ മോളെ? ഇല്ലമ്മേ, അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണോ അതോ അവൻ നിന്നെ വിട്ടയച്ചതോ? അയാള് തന്നെയാ എന്നെ താഴത്തെ റോഡ് വരെ കൊണ്ടുവിട്ടത്. എന്താ സംഭവിച്ചത്? എന്തായാലും നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പ്രിയ, ഒരു കംപ്ലൈന്റ് എഴുതി തന്നാ മതി, ഞാൻ വേണ്ടത് ചെയ്തോളാം. അയ്യോ, ഇനിയിപ്പോ ഒന്നും വേണ്ട സർ. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നാ മതി. എന്താ DKയുടെ അഭിപ്രായം? അങ്കിള് പറഞ്ഞ പോലെ തൽക്കാലം കല്യാണം കഴിയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ആലോചിക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ശരി. മോളെ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇതുപോലുള്ള പ്രതിസന്ധികൾ ഈ കല്യാണത്തിനിടയിൽ ഇനിയും വന്നേക്കാം. ഒരു കാരണവശാലും പ്രിയയെ ഈ വീടിന് പുറത്ത് വിടരുത്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുവരെ കിട്ടിയതൊന്നും പോരെ നിങ്ങൾക്ക്? അതൊക്കെ പോട്ടെ മോളെ. അതൊന്നും ഏട്ടൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എടി, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ചില പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം. അപ്പോ നാളെ കല്യാണത്തിന് മുമ്പ് നീ നേരത്തെ വന്നേക്കണം. പെണ്ണിനെ അണിയിച്ചൊരുക്കേണ്ടത് നാത്തൂന്റെ ചുമതലയാ. എന്റെ മോള് ആ കടമ നിറവേറ്റണം. മനസ്സിലായോ? അപ്പൊ ശരി, ഏട്ടൻ പറഞ്ഞതുപോലെ. ഇത് അമ്മയോട് പറഞ്ഞാലോ? അമ്മ ഇപ്പൊ സരോവരത്തിലെത്തിക്കാണും. ഇപ്പൊ അവിടെ തീ പിടിച്ചു കാണും. അവള് തന്നെ എല്ലാവരോടും പോയി പറഞ്ഞോളൂ. അതോടുകൂടി ആ തീ അവിടെ മൊത്തം പരന്നോളും. സത്യത്തില് നിന്റെ കാര്യം വലിയ കഷ്ടാ ചിത്രേ. സ്വന്തം ആങ്ങളയുടെ പക്ഷത്ത് നിൽക്കണോ അതോ ജ്യോതിയുടെ പക്ഷത്ത് നിൽക്കണോ? ആകെ കൺഫ്യൂഷനാ. ഞങ്ങൾക്ക് പക്ഷേ ഒരു കൺഫ്യൂഷനും ഇല്ല. കല്യാണം മുടങ്ങിയാലും നടന്നാലും ഞങ്ങൾക്കൊന്നുമില്ല. ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കല്ലേ മായേച്ചി. ഒരു പെൺകുട്ടിയുടെ ജീവിതം അത് തകരുന്നത് കണ്ട് സന്തോഷിക്കാൻ നിങ്ങളെ പോലെ ദുഷ്ട മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ. ഞങ്ങൾക്ക് ദുഷ്ട മനസ്സ, സമ്മതിച്ചു. എന്നാ നീ ദുഷ്ട മനസ്സിന് മുകളിൽ പെയിന്റ് അടിച്ച് വെളുപ്പിച്ചത് ഈ അടുത്ത കാലത്താണല്ലോ. പെയിന്റ് അടിച്ച് വെളുപ്പിച്ചതല്ല, എന്റെ ഉള്ളിലെ വെളിച്ചം വീണതാ. ഓ അതെ, നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാളെ ഈ കല്യാണം നടക്കും. DK നടത്തും, നോക്കിക്കോ. എന്റെ ഏട്ടനല്ല ആര് വിചാരിച്ചാലും അത് മുടക്കാൻ പറ്റില്ല.
വന്ന് കണ്ണു നിറയെ ആ കാഴ്ച കണ്ടേച്ചു പോര്. അല്ല പിന്നെ കൊള്ളാം, ശൗര്യം കുറച്ച് കൂടിയിട്ടുണ്ട്. ജ്യോതിയുടെ കൂട്ടിലല്ലേ കിടപ്പ്, അപ്പൊ പിന്നെ ശൗര്യം കൂടുമല്ലോ. ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം. നിങ്ങളെന്നാ നേരെ അമ്പലത്തിലേക്കല്ലേ? ശരി, ഓക്കെ. ആ, ഞാനേ പൂജാരിയെ നേരിട്ട് കണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ധൈര്യമായിട്ടേ. നിങ്ങളൊക്കെ ഉള്ളതാ എന്റെ ഒരു ധൈര്യം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. സുധാകരൻ നായരെ, ഞാനന്ന് ടെമ്പിൾ വരെ പോയി. അതെ, ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതെ ദേവൻ നോക്കിക്കോളും. മോനെ ദേവ, എല്ലാം ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ഓക്കെ സുധാകരൻ നായരെ, ഒരു ടെൻഷനും വേണ്ട. എന്റെ സണ്ണിനെ പോലെ ഒരു മരുമകനുള്ളപ്പം നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ, അല്ലേ? സത്യം പറഞ്ഞ പത്മാവതി അമ്മയെ ജീവനുണ്ടെന്നേ ഉള്ളൂ. ആ പയ്യന്റെ വീട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചാലും കല്യാണം നടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആർക്കും ഒരു ടെൻഷനും വേണ്ട. മൈ ലിറ്റിൽ കണ്ണൻ ഹെൽപ്പ് യു. ഒരു പെൺകുട്ടിയുടെ കല്യാണം ആകുമ്പോൾ എവിടെയായാലും ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണതേ ഉള്ളൂ. മോനെ, വേണമെങ്കിലേ പോലീസിനെ കൂടെ ഒന്ന് അറിയിച്ചേരെ. പോലീസും പട്ടാളൊന്നും വേണ്ട. അവനെ തിളയ്ക്കാനുള്ള ചങ്ങല എന്റെ കയ്യിലുണ്ട്. സുധാകരനാരെ, എന്നാ പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. മോളെ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ലിറ്റിൽ ജ്യോതി യൂണിയൻ ലീക്ക്.